വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു സ്പെഷ്യൽ മേക്കപ്പ് വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ്, വളരെ മിനിമൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ ഇവിടെ ഞാനൊരു ഇയറിങ്സ് ഞാൻ ചേർത്തിട്ടുണ്ട്. സോ ഈ ഡ്രസ്സ് വന്നിട്ട് രണ്ടും സെപ്പറേറ്റഡ് ആണ്. ഈ ഒരു സ്കേർട്ട് നമ്മുടെ പട്ടുപാവാടയില്ലേ, അതിൻ്റെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒന്ന് തന്നെയായിരുന്നു. സോ ഈ ടോപ്പ് വന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണിത്. സോ ഈ ഒരു ഔട്ട്ഫിറ്റിനൊപ്പം എങ്ങനെ നമുക്ക് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ചെയ്യുന്നത് ലാക്മേയുടെ പീച്ച് മിൽക്ക് എന്ന് പറയുന്ന ഈ ഒരു മോയ്സ്ചറൈസറാണ്. സോ ദിസ് ഇസ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു ലിക്വിഡ് ടൈപ്പ് മോയ്സ്ചറൈസറാണിത്. സോ ഞാൻ അപ്ലൈ ചെയ്തു. ഫൗണ്ടേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ മുഖത്ത് ചെറിയ തോതിലല്ല, അത്യാവശ്യം നല്ല തോതിൽ കറുത്ത പാടുകളുണ്ട്, പിമ്പിൾസ് വന്നിട്ട് പോയിട്ടുള്ള ആക്നെ മാർക്സ് ഉണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് നമുക്ക് മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാസ്ലറിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ്. സോ ഇത് എൻ്റെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇത് വന്നിട്ട് ക്രീം എന്ന് പറയുന്ന ഷെയ്ഡാണിത്. ഓക്കെ, ക്രീം. സോ ഇത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫൗണ്ടേഷനാണ്. എക്സ്പെൻസീവ് അല്ല. ഈ ഒരു ബോട്ടിലിന് ഏകദേശം 60 റുപ്പീസാണ് ഇതിൻ്റെ MRP എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ എപ്പോൾ പുറത്ത് പോയാലും ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. അത് എന്തെങ്കിലും ഇതേപോലെ ഒക്കേഷൻസ് വരുന്ന സമയത്ത് മാത്രം ആണ് ഞാൻ, എന്തെങ്കിലും കല്യാണം, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രമാണ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ. സോ എനിക്ക് ഇത് ഓക്കെയാണ്. സോ അങ്ങനെ ഒക്കേഷൻസിൽ മാത്രം ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കും. പിന്നെ ഇതിന് കവറേജ് എന്ന് പറയുന്നൊരു മീഡിയം കവറേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസിന് അത്രയും പെർഫോമൻസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പക്ഷേ എന്നാലും ഒരു നോർമൽ യൂസിന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ എടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ പല ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതാണ് എൻ്റെ സ്കിൻ ടോണിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, ഒരുപാട് ഇടുന്നില്ല. സോ നമുക്കിതൊന്ന് കൈകൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം, ബ്ലാക്ക് മാർക്സ് ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട്. ഇനി നമുക്ക് ഈ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം, കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കോമ്പാക്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള പോൺസിൻ്റെ ഈ ഒരു പൗഡർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ വിയർക്കുന്ന, നമ്മുടെ ഇപ്പോൾ സമ്മർ സീസൺ ആണല്ലോ, അപ്പം പെട്ടെന്നായിരിക്കും വിയർക്കുക. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാലും അത് പോകും എന്തായാലും. അപ്പം കുറച്ചെങ്കിലും നമുക്കൊന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ അടിവശം അങ്ങനെ ഒരുപാട് വിയർക്കുന്ന ഭാഗങ്ങളിൽ നല്ല രീതിക്കൊന്ന് നമ്മൾ ഈ പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഞാൻ പൗഡർ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ലൈന് കാജൽ യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പം നിങ്ങൾക്ക് ഏതാണ് നല്ല ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. ഞാനിപ്പോൾ കാജൽ യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഐലൈനർ വെച്ച് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്.
അപാകതകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ മറ്റേ കണ്ണല്ലാതെ ഒന്ന് എഴുതിയിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, സോ ഇപ്പം നമ്മൾ 2 കണ്ണ് നമ്മൾ വിൻഡായിട്ട് ജസ്റ്റ് കണ്ണ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇനി നമുക്കിതിന് ചേരുന്ന ഒരു പൊട്ടുകൂടെ നമുക്ക് കുത്തി കൊടുക്കാം. നമ്മളിപ്പോൾ പൊട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കറുത്ത പൊട്ടാണ് കുത്തി കൊടുത്തിട്ടുള്ളത്. ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ടവർക്ക് ഐബ്രോസ് ഫില്ല്, ഞാനിപ്പോൾ ത്രെഡൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നില്ല. നമ്മളൊരു മിനിമൽ ലുക്കല്ലേ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കണ്ണെഴുതുക, ഫൗണ്ടേഷൻ ഇട്ടു, അങ്ങനെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം, ലിപ്സ്റ്റിക് ഇല്ലാത്ത പരിപാടിയില്ലല്ലേ, അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. സോ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുൻപ് ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ലിപ്പ് ലൈൻ ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ലാക്മേയുടെ എന്താ പറയുക, ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്പ് കളർ എന്ന് പറയുന്ന റേഞ്ചിൽ ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകുന്ന നല്ലൊരു ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ. ഇനി നമുക്ക് ഹെയർ കൂടെ ഒന്ന് റെഡി ആക്കണം. സോ ഹെയർ ഞാൻ ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സ്റ്റൈൽ ചെയ്യാം മുടി. ഈ ഒരു രീതിയിൽ ഓപ്പൺ ഹെയർ സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഞാൻ ചില സമയത്ത് ഈ ഒരു രീതിയിൽ ഇത് സ്റ്റൈൽ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലുക്ക് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കത്തുള്ളൂ. താങ്ക് യു.